ഇപ്പോൾ അവർ ജയിലാണുള്ളത്. പക്ഷെ ഈ ജയിലിൽ എത്ര കാലം അവർ കിടക്കുമെന്ന് കണ്ടറിയാം. ഇവർക്ക് കൊടുക്കുന്ന ശിക്ഷ എത്രത്തോളം ഉണ്ടെന്ന് അതും നമുക്ക് കണ്ടറിയാം. ഇത്തരം ഡ്രൈവർമാർക്ക് വീണ്ടും അപകടം വരുത്താനുള്ള ഒരു പ്രചോദനം കൂടി കൊടുക്കുന്നുണ്ടോ എന്ന കാര്യം സൂക്ഷ്മമായി മനസ്സിലാക്കാൻ സാധിക്കും. വാഹനാപകടങ്ങൾ വർദ്ധിച്ചു വരികയാണല്ലോ. ദിനം പ്രതിയെന്നോണം നമ്മുടെ റോഡുകളിൽ വിലമതിക്കാനാവാതെ നിരവധി ജീവനുകളാണ് പൊലിയുന്നത്. ഒട്ടേറെ പേർക്ക് ഗുരുതരമായ പരിക്കുകളും മറ്റുമൊക്കെ ഏൽക്കുന്നു. എല്ലാ ദിവസവും വാർത്താമാധ്യമങ്ങളിൽ വാഹനാപകടങ്ങളിൽപ്പെട്ട് ജീവൻ പൊലിയുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നതാണ്. മിക്ക വാഹനാപകടങ്ങളും സംഭവിക്കുന്നത് ഡ്രൈവർമാരുടെ അശ്രദ്ധയും അനാസ്ഥയും മറ്റുമൊക്കെയാണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. മാത്രമല്ല, ലഹരി പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടും ഈ വാഹനാപകടങ്ങൾക്ക് ഒരു കാരണമാകുന്നു. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇത്തരം വാഹനാപകടങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കാനുള്ള ഒരു പ്രത്യേക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇത്തരം അപകടം വരുത്തിവെക്കുന്ന ഡ്രൈവർമാർക്ക് കൊടുക്കുന്ന ശിക്ഷയുടെ കാഠിന്യം കുറഞ്ഞത് കൊണ്ട് മാത്രമാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു വാഹനാപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ആ വാഹന അപകടം വരുത്തിവെച്ച ഡ്രൈവർക്ക് ഒരു മനഃപൂർവ്വമല്ലാതെ നരഹത്യ എന്നുള്ള രീതിയിലുള്ള ഒരു കേസാണ് ഫയൽ ചെയ്യുക. ഇതുപോലെയുള്ള വളരെ ലഘുവായിട്ടുള്ള ശിക്ഷ കൊടുക്കുന്നത് കൊണ്ടാണ് വാഹനാപകടങ്ങൾക്ക് വർദ്ധിക്കാനുള്ള ഒരു പ്രത്യേക കാരണം. നമ്മുടെ നിയമം പലപ്പോഴും ഇത്തരം ഡ്രൈവർമാർക്ക് വീണ്ടും അപകടം വരുത്താനുള്ള ഒരു പ്രചോദനം കൂടി കൊടുക്കുന്നുണ്ടോ എന്ന കാര്യം സൂക്ഷ്മമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഏറെക്കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ എങ്കിലും നമ്മുടെ നിയമം അത്ര കാര്യക്ഷമമല്ല എന്നതാണ്. ഇന്നൊരു അപകടം സംഭവിച്ച ഡ്രൈവർക്ക് കൊടുക്കുന്ന പരമാവധി ശിക്ഷ എന്താണ്? ഒരു അപകടം സംഭവിച്ച് ആ അപകടം സംഭവിച്ചതിൽ കൂടി വിലമതിക്കാനാവാതെ മനുഷ്യജീവനങ്ങൾ ഇല്ലാതായാൽ തന്നെ ആ അപകടം വരുത്തിവെച്ച ഡ്രൈവർക്ക് കൊടുക്കുന്ന ശിക്ഷ എന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ സഞ്ചരിച്ച വാഹനം, ഒരു കാറ് കരുനാഗപ്പള്ളിയിൽ നടന്നൊരു അപകടം, അത് സമൂഹ മനസാക്ഷിയെ വളരെയധികം ഞെട്ടിപ്പിച്ച ഒരു വാർത്തയാണല്ലോ. ആ അപകടം എന്നത് ഒരു മനഃപൂർവ്വമായിട്ടുള്ളൊരു അപകടം തന്നെയാണ്. അതായത് ഡ്രൈവറും ആ ഡോക്ടറും മദ്യപിച്ച് ലക്ക് കെട്ടിട്ടാണ് ആ കാർ ഓടിച്ചത്. അങ്ങനെയാണ് ആ സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ചു തെറിപ്പിക്കുകയും വളരെ നിഷ്ഠൂരമായി മനഃപൂർവ്വം ആ കാറ് ആ യാത്രക്കാരുടെ ദേഹത്തേക്ക് കയറ്റിക്കൊല്ലുകയും ആണ് ചെയ്തത്. ഇപ്പോൾ അവർ ജയിലാണുള്ളത്. പക്ഷെ ഈ ജയിലിൽ എത്ര കാലം അവർ കിടക്കുമെന്ന് കണ്ടറിയാം. ഇവർക്ക് കൊടുക്കുന്ന ശിക്ഷ എത്രത്തോളം ഉണ്ടെന്ന് അതും നമുക്ക് കണ്ടറിയാം. അതുകൊണ്ട് ഈ വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്നത് തടയുന്നതിന് ഈ റോഡുകളുടെ ശോചനീയാവസ്ഥയും മറ്റും പരിഹരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ നിയമവ്യവസ്ഥ കൂടി കാര്യക്ഷമമായിട്ട് ഉണരണം. ഇത്തരം ഡ്രൈവർമാർക്ക് കർശനവും മാതൃകപരമായിട്ടുള്ള ശിക്ഷാ നടപടിയിലേക്കും പോയി കഴിഞ്ഞാൽ മാത്രമേ ഇതുപോലെയുള്ള വാഹന അപകടങ്ങളുടെ തോത് ഗണ്യമായി ഇവിടെ കുറക്കാൻ പറ്റൂ.